എക്സാംസിനെ പറ്റി പറയാം. നമുക്ക് നിലവിൽ 2024 സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 കോർ പേപ്പറും 3 ഡിസിപ്ലിനാണ് ഉള്ളത്. കോർ പേപ്പർ 3 നമ്മൾ പാസ്സായിരിക്കണം. ഓഡിറ്റിംഗിന്റെ ഒരു കോർ പേപ്പർ ഉണ്ട്, അക്കൗണ്ടിങ്ങിന്റെ അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിപ്പോർട്ടിംഗിന്റെ ഒരു കോർ പേപ്പർ ഉണ്ട്, അതുപോലെ തന്നെ റെഗുലേഷൻ അഥവാ ടാക്സിന്റെ ഒരു കോർ പേപ്പർ ഉണ്ട്. ഈ 3 പേപ്പർ നമ്മൾ പാസ്സായിരിക്കണം. ആൻഡ് ഫ്രം ദ ഡിസിപ്ലിൻ യു ക്യാൻ റൈറ്റ് എനി വൺ, ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ പേപ്പർ പാസ്സായാൽ. ഓക്കെ, 3 കോർ പാസ്സാകണം പ്ലസ് എനി വൺ ഡിസിപ്ലിൻ. നിങ്ങൾക്ക് ഇപ്പോൾ ടാക്സ് ആണ് ഇഷ്ടമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ടാക്സ് കംപ്ലയൻസ് ആൻഡ് പ്ലാനിങ്. റെഗുലേഷന്റെ ഒരു അനിയൻ പോലെ വരുന്നതാണ് ഇത്. ഓഡിറ്റിംഗ് ആൻഡ് അറ്റസ്റ്റേഷൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ദെൻ യു ക്യാൻ ഗോ ഫോർ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആൻഡ് കൺട്രോൾ. ഓഡിറ്റിംഗിന്റെ ഒരു അനിയനായിട്ട് വരുന്ന പേപ്പറാണ് ISC. ഇഫ് യു ലൈക്ക് ദിസ് സബ്ജക്ട് യു ക്യാൻ ഗോ ഫോർ ദിസ്. ആൻഡ് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ് ഇഷ്ടമെങ്കിൽ, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആണ് ഇഷ്ടമെങ്കിൽ എന്തിനു ക്യാൻ ഗോ ഫോർ ദിസ് ബിസിനസ് അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ് അഥവാ ബാർ. ഏത് എടുത്തു കഴിഞ്ഞാലും ഓക്കെ, ഇതിൽ ഏത് ഡിസിപ്ലിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ പാസ്സായ ബാക്കി രണ്ടെണ്ണം എഴുതേണ്ട കാര്യമില്ല, എഴുതാൻ പറ്റത്തില്ല. ഏത് ഡിസിപ്ലിൻ ആണ് എടുക്കുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് ദി സെയിം ലൈസൻസ്. ആൻഡ് സപ്പോസ് നിങ്ങളിപ്പം TCP എടുത്ത് പാസ്സായെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ ഈ 3 പേപ്പർ എഴുതി പാസ്സായി പ്ലസ് TCP കൂടെ എഴുതിയാണ് പാസ്സായെന്ന് വിചാരിക്കാം. പക്ഷേ ജോലി തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ടാക്സ് അങ്ങനെ താല്പര്യപ്പെടുന്നില്ല, നിങ്ങൾക്ക് ടാക്സ് ഒരു ഇഷ്ടപ്പെടുന്നില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ സ്വിച്ച്. കാരണം TCP എടുത്തു എന്ന് വെച്ച് നിങ്ങൾക്ക് ഇന്റേണൽ സിസ്റ്റംസ് ഓഡിറ്റിംഗിലേക്ക് പോകാതിരിക്കാനോ അല്ലെങ്കിൽ അക്കൗണ്ട്സിലേക്ക് പോകാതിരിക്കാനോ പ്രത്യേകിച്ച് ബാറൊന്നുമില്ല. ലൈസൻസ് വിൽ ബി ദ സെയിം. അപ്പൊ നിലവിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഏതാണ് എനിക്ക് എളുപ്പം, ആ എക്സാം എഴുതി പാസ്സാകുക. അതിനുശേഷം നമുക്ക് പിന്നെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാം. കാരണം ജോലി കയറി കഴിഞ്ഞാൽ നമുക്കറിയാം ആക്ച്വലി സാധനം ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് അറിയത്തുള്ളൂ നമുക്ക് ആ ജോലി പറ്റുമോ ഇല്ല. ചിലപ്പോൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഓഡിറ്റിംഗ് ആയിരിക്കും ഇഷ്ടം, പക്ഷെ ജോലി കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഓഡിറ്റിംഗ് എന്നെ കൊണ്ട് പറ്റത്തില്ല, ടാക്സിലേക്ക് സ്വിച്ച് ചെയ്യണം. ദെൻ യു ക്യാൻ സ്വിച്ച് ടു ടാക്സ്. ടാക്സ് സ്വിച്ച് ചെയ്ത് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിൽ കണ്ടിന്യൂ ദർ ഓർ എൽസ് സ്വിച്ച് ബാക്ക്. ഇറ്റ്സ് അപ് ടു യു ബിക്കോസ് ഇറ്റ്സ് യുവർ കരിയർ ആൻഡ് ഇറ്റ്സ് യുവർ ലൈഫ്. CPA gives you the choice. CPAയുടെ ഏറ്റവും വലിയ കേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് യു ദ ചോയ്സ് ബിക്കോസ് വി ക്യാൻ ചൂസ്. മറ്റേ കേസിൽ ഇപ്പൊ നിങ്ങൾ MCOMോ MBA ഒക്കെ വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഏകദേശം 80 lakh പീപ്പിൾ ഉണ്ട് ഒരു വർഷം നമ്മുടെ ഇവിടുന്ന് ഗ്രാജുവേറ്റ്സ് ആയിട്ട് പുറത്തിറങ്ങുന്നത്. അതിനകത്തൊന്നും നിങ്ങളെ ഡിസ്റ്റിങ്ഷൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, യു വിൽ ഹാവ് ടു ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് എവർ യു ഗെറ്റ്. ബട്ട് ഇഫ് യു ഹാവ് എ പ്രൊഫഷണൽ കോഴ്സ്, CPAയോ ACCAയോ CMA അങ്ങനെ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ then you will be distinguished and then you can choose. That's the most important factor here. So, and moving on to why you can be here at PrepQ. Okay, PrepQന്റെ കേസിൽ ലൈവ് ഓൺലൈൻ ക്ലാസ് റൂം ട്രെയിനിങ് ആണ് തരിക. ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇനഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങുക. And we provide 300 hours of CPA. Okay, and we provide surgeon CPA and year review. കാരണം ഒരു അമേരിക്കൻ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് തന്നെ യു നീഡ് അമേരിക്കൻ മെറ്റീരിയൽസ് ആൻഡ് സർജന്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് അമേരിക്കൻ റിവ്യൂ പ്രൊവൈഡേഴ്സ് ഔട്ട് ദർ. CPA പഠിക്കാൻ വേണ്ടി വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊവൈഡേഴ്സ് ആണ് സർജന്റ്. ആൻഡ് വി പ്രൊവൈഡ് ഫ്രീ ഇവാലുവേഷൻ സപ്പോർട്ട് ഫോർ CPA. കാരണം CPA എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇവാലുവേഷൻ സർവീസ് വേണം. ആ ഒരു ഇവാലുവേഷൻ ഫ്രീ ആയിട്ട് ഞങ്ങൾ ഇതിൽ ചെയ്തു തരും. റഫ് ഇവാലുവേഷൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ സ്റ്റുഡൻസിനെ ശരിക്കുള്ള അമേരിക്കൻ ഇവാലുവേഷനിലേക്ക് ഗൈഡ് ചെയ്യുക. ആൻഡ് എക്സാം രജിസ്ട്രേഷന്റെ ഗൈഡൻസും അതുപോലെ തന്നെ ലൈസൻസിന്റെ ഗൈഡൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഹാവ് 1-on-1 റിവിഷൻ സെഷൻസ്. ഫാക്കൽറ്റീസ് ഓൾമോസ്റ്റ് ഓൾ ദ ടൈം അവൈലബിൾ ആയിരിക്കും, ഹോളിഡേസ് ഒഴിച്ച് അല്ലാത്ത അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ കോൺടാക്ട് ദ ഫാക്കൽറ്റി ഡയറക്ട്ലി. ആൻഡ് വി പ്രൊവൈഡ് പ്ലേസ്മെന്റ് സപ്പോർട്ട്. എല്ലാ എക്സാമും പാസ്സായി കഴിഞ്ഞവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ടും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും വി ആർ പ്രൊവൈഡിംഗ് ദർ. ആൻഡ് ഓഫീസ് സ്റ്റാഫിന്റെ പൂർണ്ണമായുള്ള സപ്പോർട്ടും വിൽ ബി ദർ ഫ്രം ദ PrepQ. ആൻഡ് സർജന്റിന്റെ കേസ് ഇപ്പൊ നിങ്ങളെ കുറെ കേൾക്കുന്ന സാധനമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, നിങ്ങൾ കുറെ ChatGPT പോലത്തെ സാധനങ്ങളെ പറ്റി നിങ്ങൾ കുറെ കേൾക്കുന്നുണ്ട്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു റിവ്യൂ പ്രൊവൈഡർ ആണ് സർജൻ CPA റിവ്യൂ. നിങ്ങൾ സർജൻ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ സർജൻ CPA റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക, അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വെച്ചാൽ ആരും നിങ്ങളെ കൊണ്ടൊരു 150 ക്വസ്റ്റ്യൻസ് ഈ ആപ്പ് ചെയ്യിക്കും. ഒരു വെബ് പോർട്ടലാണ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ അസസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സ്റ്റഡി പ്ലാൻ ഇവർ തന്നെ ഉണ്ടാക്കി തരും. ഓക്കെ, ആൻഡ് they will make you do the MCQs, they will make you do the task-based simulations, and with each correct simulation your score gets improved. So നമുക്ക് റെഡി സ്കോർ എന്ന സാധനമുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യും തോറും റെഡി സ്കോർ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കും, കറക്റ്റ് ആയിട്ട് നമ്മൾ തെറ്റിക്കും തോറും റെഡി സ്കോർ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ റെഡി സ്കോറിന് ഏകദേശം അടുത്തായിട്ടുള്ള സ്കോർ തന്നെയാണ് മിക്കവാറും എക്സാമിന് കിട്ടാൻ പോകുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സർജൻ CPA റിവ്യൂവിൽ 80 മാർക്സ് ഉണ്ടെന്ന് വിചാരിക്കാം, റെഡി സ്കോർ 80 ഉണ്ടെങ്കിൽ ഏകദേശം 82 അല്ലെങ്കിൽ 78 ആ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് ആക്ച്വൽ എക്സാമിന് കിട്ടാൻ പോവുക. അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ടാണ് സർജന്റിന്റെ കാര്യങ്ങൾ പോവുക. ആൻഡ് ഐ എം എ വെരി ബിഗ് ഫാൻ ഓഫ് സർജന്റ്. എന്നെ CPA എക്സാം പാസ് ചെയ്യാൻ വേണ്ടി സർജന്റ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഏകദേശം 92% പാസ് റേറ്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് ബോസ്റ്റ് 50% സ്റ്റഡി ടൈം. കാരണം
സർജന്റിന്റെ വീഡിയോസ് എല്ലാം തന്നെ ഇപ്പൊ ഞങ്ങളുടെ ലൈവ് ക്ലാസ്സിന്റെ കൂടാതെ സർജന്റിനകത്തും എക്സ്പ്ലനേറ്ററി വീഡിയോസ് ഉണ്ട്. ഇറ്റ് ഈസ് എവറിത്തിങ് ഈസ് ഷോർട്ട് ആൻഡ് ടു ദി പോയിന്റ്. ഓക്കെ, നമുക്ക് PDF ആയിട്ടുള്ള ടെക്സ്റ്റും കിട്ടും, അതേപോലെ തന്നെ ആക്ച്വൽ ടെക്സ്റ്റ് ബുക്കും കിട്ടും. ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ക്രിസ്പ് വേർഷൻ ആണ് ആ ഒരു വീഡിയോയിലൂടെ തരിക. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്സ്. നമുക്ക് നമ്മൾ അമേരിക്കൻ സാധനം പഠിച്ചു വരുമ്പോൾ ആദ്യം കുറച്ച് പുകയായിരിക്കും തരല്ല, എനിക്ക് സംഭവിച്ചാണ്. പക്ഷേ വെൻ യു സിറ്റ് വിത്ത് ഇറ്റ് ബിക്കംസ് മച്ച് മോർ ഈസിയർ. സർജന്റിന് ഒരുപാട് ആ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പോയിന്റ്സ്, നമുക്ക് വേണ്ട കൺസെപ്റ്റ്സ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സർജന്റിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ടെക്സ്റ്റ് അത്യാവശ്യം കോംപ്രഹെൻസീവ് ആണ്, എല്ലാ കാര്യങ്ങളും അവർ കവർ ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ടായിരിക്കും. സോ സർജൻ ഇസ് എ വെരി നൈസ് അഡീഷണൽ തിങ് ടു ഹാവ് along with PrepQ.